കടുത്ത ചുമയുണ്ടായിട്ടും ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാതിരുന്ന സീതാറാം യെച്ചൂരിയെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിലേക്ക് പറഞ്ഞുവിട്ടത് താനായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അമ്മ സോണിയാഗാന്ധിയെ കാണാൻ വീട്ടിലെത്തിയ നേരത്ത് യെച്ചൂരി ചുമയ്ക്കുന്നത് കേട്ടാണ് ആശുപത്രിയിൽ പോകണമെന്ന് നിർദ്ദേശിച്ചത്. ആശുപത്രിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ തന്റെ ഓഫീസിലുള്ളവരോട് നിർദ്ദേശിച്ചിരുന്നതായും അതായിരുന്നു അവസാന കൂടിക്കാഴ്ചയെന്നും രാഹുൽ പറഞ്ഞു. രാഷ്ട്രീയത്തിലെത്തിയ കാലം മുതൽ യെച്ചൂരിയുമായി അടുപ്പമുണ്ടായിരുന്നു. രണ്ടവസരത്തിൽ തനിക്ക് നിശബ്ദനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും രാഹുൽ അനുസ്മരിച്ചു. ഒന്ന്, യെച്ചൂരിയുടെ മകൻ മരിച്ചപ്പോൾ ഫോൺ വിളിച്ചെങ്കിലും ഒരു വാക്കുപോലും മിണ്ടാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വിയോഗശേഷം ഭാര്യയ്ക്ക് കത്തെഴുതുമ്പോഴും വാക്കുകളില്ലാതെയായി. പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യരൂപീകരണത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ എല്ലാവരും കാണും. എന്നാൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തിയ അദൃശ്യമായ ഘടകവും പാലവുമായിരുന്നു യെച്ചൂരി. രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. എന്തു സാഹചര്യം വന്നാലും BJPയും RSSുമായി സന്ധി ചെയ്യില്ലെന്ന് 100% ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. പലതരം സമ്മർദ്ദവും മറ്റുമുള്ള ഇക്കാലത്ത് സന്ധി ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും എളുപ്പമാണെന്നിരിക്കെ അതിന് നിന്നുകൊടുക്കാൻ യെച്ചൂരി തയ്യാറായിരുന്നില്ല. യെച്ചൂരി ചെയ്തത് മുഴുവൻ രാജ്യ താൽപര്യത്തിനു വേണ്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ അംഗീകരിച്ചാലുമില്ലെങ്കിലും യെച്ചൂരിയുടെ പ്രഥമ പരിഗണന രാജ്യത്തിനായിരുന്നുവെന്നും അതിനുശേഷമേ പാർട്ടിയുണ്ടായിരുന്നുള്ളൂവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർട്ടിയെ അതിന്റെ ഏറ്റവും കഠിനമേറിയ ഘട്ടത്തിൽ മുന്നോട്ട് നയിച്ചയാളാണ് യെച്ചൂരിയെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സഖ്യ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച യെച്ചൂരിയുടെ വിയോഗം ജനാധിപത്യത്തിന് വലിയ ശൂന്യത നൽകിയെന്നും അന്ന് പിണറായി കൂട്ടിച്ചേർത്തു. ചെകുത്താന്മാർക്കെതിരെ ധൈര്യപൂർവ്വം ഒന്നിച്ചു നിന്നാണ് പോരാടുന്നതെന്ന് പ്രഖ്യാപിക്കാനും യെച്ചൂരിയോടുള്ള അടുപ്പവും മൂലമാണ് കശ്മീർ തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും ചടങ്ങിൽ പങ്കെടുത്തതെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചത്. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി 1952 ഓഗസ്റ്റ് 12 മദ്രാസിലാണ് ജനിച്ചത്. സർവേശ്വര സോമായാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപ്പികയുടെയും മകനായിരുന്നു. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ യെച്ചൂരി ജെയുവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. 1974 SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി. JNUവിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥക്കാലത്തെ ഒളിവു ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് 1975 അദ്ദേഹം അറസ്റ്റിലായി. 1978 SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 SFI ദേശീയ പ്രസിഡന്റായി. 1984 32-ാം വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988 തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992 മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018 ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022 കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.